ഹലോ ഡിയർ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആന്റണിയുമായിട്ട് വഴക്കിട്ടിട്ട് നേരെ തിരിഞ്ഞ് വരിക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ അനിയത്തി അതുവഴി വരുന്നുണ്ട്. നീ എവിടെ പോയതാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ മാർക്കറ്റിലോട്ട് പോകാമെന്ന് പറയും. പൂ മേടിക്കാൻ പോവാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവൻ ആന്റണിയാണ്, അവനെ ഒന്ന് ഞാൻ കാണാൻ പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. എന്നിട്ട് ചേച്ചി കണ്ടോ എന്ന് ചോദിക്കുക. കണ്ടു, അവന് കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. സച്ചിയേട്ടൻ അന്ന് തല്ലിയതിൻ്റെ വൈരാഗ്യം അവൻ എങ്ങനെ തീർക്കുന്നതെന്ന് അറിയാം. സച്ചിയേട്ടൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ മേടിച്ച പണം ഒറ്റയടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അത് കൊടുക്കാൻ വയ്യാണ്ട് അവർക്ക് പൈസ റെഡി ആകാതെ വന്നപ്പോഴത്തേക്കും സച്ചിയേട്ടൻ കാറ് കൊണ്ടുപോയി പണയം വെച്ചിട്ട് ആ പൈസ ആന്റണിക്ക് കൊടുത്തു. അപ്പം ഇനി കാർ തിരിച്ച് വേണമെങ്കിൽ ആ പൈസ അവിടെ ആന്റണിയുടെ കാലിൽ ചെന്നിട്ട് സച്ചിയേട്ടൻ പിടിക്കണമെന്നാണ് അവൻ പറഞ്ഞത്. അന്നേരത്തേക്കിനും അനിയത്തി പറയേ, സച്ചിയേട്ടൻ്റെ ഇടി അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, അടുത്ത ഇടിക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അത് തന്നെയല്ല, സച്ചിയേട്ടൻ കാറ് വിറ്റെന്നോ? അതേ മോളെ, ഇപ്പം ഏതോ ഓട്ടോ വാടകയ്ക്ക് എടുത്ത് ഓടിക്കുക. എനിക്കത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടൻ എന്തിനാണ് കാറ് വിറ്റത് എന്ന് ചോദിക്കുക. അന്നേരത്തേക്ക് നമ്മുടെ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ തല്ലിയത് കൊണ്ടല്ലേ, വഴക്കടിച്ചത് കൊണ്ടല്ലേ അവൻ പെട്ടെന്ന് കാശൊക്കെ ചോദിച്ചത്. ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് സച്ചിയേട്ടന് നിർബന്ധമാണ്. ചുറ്റുമുള്ള എല്ലാവരെയും ശ്രദ്ധിക്കുന്ന സച്ചിയേട്ടൻ തന്നെ ശരത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ശരത്തിനെ പറ്റി മിണ്ടിപ്പോകരുത്, അവൻ ഒരുത്തനായി ഇതിനൊക്കെ കാരണം. അവനോട് അപ്പോഴേ പറഞ്ഞതാണ് ഈ ആന്റണിയായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന്. ഇപ്പം കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന്. ചേച്ചി ഒന്ന് സമാധാനപ്പെടുക. എന്താണെങ്കിലും ആന്റണിയെ കാണാൻ ചേച്ചി തനിച്ച് പോകണ്ടായിരുന്നു. പോയാലെന്താ, അവൻ എന്നെ പിടിച്ച് വിഴുങ്ങുമോ? എനിക്കൊരു പേടിയില്ല അവനെ. സത്യം പറഞ്ഞാൽ അവൻ്റെ മുഖത്തൊരു അടി കൊടുക്കണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പിന്നെ കരുതി വേണ്ട എന്ന്. എന്നാലും ചേച്ചി, അവൻ ആൾ ശരിയല്ല. ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ചേച്ചി എന്നെ ഒന്ന് വിളിക്കാഞ്ഞതെന്താ? എനിക്കൊരു പേടിയില്ല. പിന്നെ എൻ്റെ ഭർത്താവിനെ മോശക്കാരനാകാൻ ശ്രമിച്ചവൻ്റെ അടുത്ത് ഞാൻ എന്താ വെറുതെ കുമ്പിട്ട് നിൽക്കണം? ശരത്തിനോട് നീ പറഞ്ഞേക്ക് ഇനി ആന്റണിയുമായിട്ട് ഒരു ബന്ധവും വേണ്ടാന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞെന്നാൽ അവൻ കേൾക്കുമോ? അങ്ങനെയായിരുന്നെങ്കിൽ എപ്പോഴും അവൻ കേട്ടേനെ. അതല്ലേടി, ഒന്നാമത്തെ കാര്യം എന്നെയും സച്ചിയേട്ടനെയും ആന്റണിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇപ്പം തന്നെ ഞാൻ ഈ പോയി പറഞ്ഞതെല്ലാം ഈ ആന്റണി ശരത്തിൻ്റെ അടുത്ത് പറയും. പിന്നെ വീട്ടിൽ അതും പറഞ്ഞിട്ടായിരിക്കും വഴക്ക്. ആവശ്യമില്ലാതെ ആ ചെക്കനെ എരി വിട്ടിട്ട് നമ്മുടെ കുടുംബത്തിലെ സമാധാനം കളയും ആ ആന്റണി. ചേച്ചി വിഷമിക്കാതിരിക്കുക, ഞാൻ സംസാരിക്കാം ശരത്തിനോട്. അല്ലെങ്കിൽ തന്നെ അവന് ഇനി എത്ര നാളും കൂടെ ഇങ്ങനെ കളിച്ച് നടക്കാൻ പറ്റും? പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിയൊക്കെ സെറ്റായി കഴിഞ്ഞാൽ അവനിങ്ങനെ ആന്റണിയുടെ പുറകെ നടക്കുമോ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കിനും രേവതി പറയുവേ, അതിനൊക്കെ ഇനി സമയമുണ്ട്. ആന്റണിയുടെ പുറകെ നടന്ന് സ്വന്തം ഭാവി തൊലയ്ക്കാതിരുന്നാൽ മതി. ഇനി ഞങ്ങളുള്ള ദേഷ്യത്തിന് ശരത്തിനെ വല്ല കേസിലോ വല്ലതും പെടുത്തിയാലോ? വേണ്ട ചേച്ചി, അത് വിട്, ഞാൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാമെന്നിങ്ങനെ ദേവും പറയുന്നുണ്ട്. ശരത്തിനെ ആന്റണിയെ കാണാൻ പോകാതിരിക്കാൻ വേണ്ടത് അമ്മ തന്നെ ചെയ്യട്ടെ. ചേച്ചിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചേച്ചി ഒറ്റയ്ക്ക് പോയി അവരുടെ അടുത്ത് സംസാരിക്കരുത് എന്നിങ്ങനെ ദേവു പറയുകയാണെ. എന്നെയെങ്കിലും വിളിക്കണമെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എന്നെ ഓർത്താരും ടെൻഷനൊന്നും അടിക്കണ്ട. എന്താണെങ്കിലും സംസാരിച്ച് സമയം കളയേണ്ട, മോള് ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേവനെ പറഞ്ഞു വിടുക. എന്നിട്ട് രേവതി ഇങ്ങനെ നടന്ന് വീടെത്തി കേട്ടോ. വീട് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഇറങ്ങി വരുവാണേ. മോള് പൂക്കടലില്ലെന്ന് പറഞ്ഞു, എവിടെ പോയെന്ന് ചോദിക്കുക. അന്ന് ഞാനൊന്ന് ടാക്സി സ്റ്റാൻഡ് വരെ പോയിട്ടുണ്ടായിരുന്നു. അതിന് അവനിപ്പോൾ ടാക്സി ഓടിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ടാക്സി സ്റ്റാൻഡിൽ പോയത് എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം പറയും, മഹേഷ് ഏട്ടനെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതാന്ന് പറയേ. അങ്ങനെ പോകണ്ടായിരുന്നു. സച്ചി അറിഞ്ഞാൽ അവന് ഇഷ്ടപ്പെടുമോ അത്? എന്നിട്ട് മഹേഷ് എന്താ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ പറയുവേ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ കാറ് വിറ്റത്. അപ്പോൾ ചോദിക്കുക, എന്താന്ന് ചോദിക്കുക. അന്ന് ശരത്തിനെ ഒരാൾ തല്ലിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ സച്ചിയേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, അതിൻ്റെ വൈരാഗ്യത്തിന് നമ്മുടെ ടാക്സി സ്റ്റാൻഡിലും കാർ ഓടിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ആന്റണിയുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ പെട്ടെന്ന് തന്നെ തിരിച്ചു ചോദിച്ചു. ഇനി അത് കൊടുത്തില്ലെങ്കിൽ എല്ലാവരുടെയും ടാക്സി പിടിച്ച് മേടിക്കുമെന്ന് ആന്റണി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുവേ. എൻ്റെ മോൻ നല്ലവനാണെന്ന് നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണെന്നിങ്ങനെ അച്ഛൻ പറയുവാണേ. തന്നെ സ്നേഹിക്കുന്നവരുടെ നല്ലതിന് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യും. താൻ കാരണം അവരുടെ കാറ് നഷ്ടപ്പെടരുതെന്ന് അവൻ ചിന്തിച്ചു. അതുകൊണ്ട് അവൻ സ്വന്തം കാറ് വിറ്റ് അവർക്ക് കൊടുക്കേണ്ടിരുന്ന കാശ് കൊടുത്തു. അവൻ എന്ത് ചെയ്തെന്നാലും നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതൊന്നും അറിയാതെ അമ്മയും വീട്ടിലിരിക്കുന്നവരും എല്ലാം സച്ചിയേട്ടനെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുവാണ് രേവതി.
അത് തന്നെയല്ല, അവൻ കാറ് വിറ്റതിൻ്റെ പേരിൽ മറ്റെന്തൊക്കെയോ റീസൺസുകൾ കൂടി ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രേവതി ചോദിക്കുക അതെന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും പറയും ഒരു ദിവസം അവനെല്ലാം തുറന്ന് പറയുമായിരിക്കും, നമുക്ക് നോക്കാം. ഇക്കാര്യം നീ എന്നോട് പറഞ്ഞു വന്ന് സച്ചി അറിയണ്ട, അവനൊരു ദിവസം പറയാമെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ പറയട്ടെ. അപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി അങ്ങോട്ട് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരും കേട്ടോ. നീ എന്താ ഇത്ര പെട്ടെന്ന് പറയാം? ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി, അലമാരിക്കത് പൈസ ഇരിപ്പുണ്ട്, ഞാൻ പോയി എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മേലോട്ട് മേലോട്ട് പോയി പൈസയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ട് നിൽക്കുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരും കേട്ടോ. നിങ്ങൾ എന്നോട് മറച്ചു വെച്ച ആ സത്യം ഞാൻ അറിഞ്ഞു. നിങ്ങനെ അപ്പം നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കേ, അറിഞ്ഞു ഇവള്? എന്നാൽ എന്ത് സത്യം, ഏത് സത്യം എന്നിങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ഈ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ രേവതി ഒന്നുകൂടെ വിശദീകരിക്കുവേ. നീ എന്തിനാ? എന്നിട്ട് ഞാൻ ആൻ്റണീനെ പോയി കണക്കിന് കാണുകയും ചെയ്തു. അവനിട്ട് നല്ലതായിട്ട് 2 വാക്ക് പറഞ്ഞു, 2 കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, പക്ഷേ കൊടുത്തില്ല, പറഞ്ഞിട്ട് വന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി ചോദിക്കും നീ എന്തിനാ അങ്ങോട്ട് പോയത്? ഇതേ ഞാനും ആൻ്റണിയും തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം, അല്ലെങ്കിൽ തന്നെ വഴക്ക് തല്ലുകൊള്ളി എന്നുള്ള പേര് എനിക്കുണ്ട്. ഇനി നിനക്കും കൂടെ അത് മേടിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ നീ അങ്ങോട്ടേക്ക് പോയതെന്ന് ഇങ്ങനെ ചോദിച്ച് സച്ചി രേവതിനെ വഴക്ക് പറയുവാണ്. ഈ കാര്യമൊക്കെ സച്ചിയേട്ടൻ നിന്നോട് നേരത്തെ പറയണ്ടായിരുന്നു ചോദിക്കുക. നിന്നോട് പറഞ്ഞെങ്കിൽ നീ എന്തെടുക്കാനാണെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. ചെന്ന് അവരുടെ നല്ല അടി കൊടുത്തേനെന്ന് ഇങ്ങനെ പറയുവേ. അടി കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല, നീ നിൻ്റെ അനിയനെ പോയിട്ട് ഉപദേശിക്കുക, അവനിട്ട് പോയി തല്ല് കൊടുക്കാനൊക്കെ പറയുവേ. അന്നേരത്തേക്കിനും എന്നിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും രേവതി പുറകെ എന്നിട്ട് ഇങ്ങനെ ചോദിക്കുക എന്തിനാ അവനെ തല്ലുന്ന, എന്തിനാ പറഞ്ഞേ? നീ എന്താ വലിയ നായികയാകാൻ പോയതാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്? ആദ്യം നീ നിൻ്റെ അനിയനെ നിലയ്ക്ക് നിർത്താൻ നോക്ക്. അവന് ആൻ്റണിയൊക്കെ വലിയ ഫ്രോഡാണ് അവൻ എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. അവന് നിങ്ങളെല്ലാവരും കൂടെ തല വെച്ചുകൊണ്ടിരിക്കുകയല്ലേ? വെച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം നിങ്ങളെല്ലാവരും കരയുമെന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ആൻ്റണിയോട് ചോദിക്കാൻ പോയാൽ എന്നെ പറഞ്ഞാൽ മതി എന്നിങ്ങനെ രേവതി പറയുവാണ്. ആൻ്റണിയുടെ അടുത്ത് പോയി ചോദിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ? നീ എന്താ ജാൻസി റാണിയോ? എന്നിട്ട് രേവതിക്ക് ഇങ്ങനെ കലി പോണ്ടിട്ട് നിങ്ങളോടൊക്കെ മനുഷ്യന്മാർ സംസാരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ പൈസ എണ്ണിക്കൊണ്ട് നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ കാര്യം പൈസ ഉണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് പൈസ എടുത്തിട്ട് രേവതിക്ക് കൊടുക്കുവേ. എന്നിട്ട് രേവതിയോട് പറയും ഇതെന്തിനാന്ന് ചോദിക്കുവേ. ഇവിടുന്ന് ബസ്സിന് പോയാൽ മതി, ഇവിടെ ഒരു 5-10 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ സിംഹവും പുലിയും കടുവയും എല്ലാ സാധനങ്ങളും ഉണ്ട്, നീ ചെന്ന് അവരോട് സംസാരിക്കുക എന്നിങ്ങനെ പറയുവേ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അമ്മ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മഹിമ നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ വരുവേ. അവർ ടൂറിന് പോകുന്ന കാര്യം നീ പോയി സംസാരിച്ചോ, എന്താ അവർ പോകുന്ന കാര്യം എന്നൊക്കെ ചോദിക്കും കേട്ടോ. എനിക്കൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുവേ. നീ ഇന്ന് ശ്രീകാന്തിൻ്റെ അടുത്ത് സംസാരിച്ചതല്ലേ, എന്നിട്ട് എന്തായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ. ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അവൻ എന്നോട് പറഞ്ഞത്. അവൻ വർക്ക് ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ ഈഗോ എല്ലാത്തിനും കാരണം. നമ്മൾ വലിയ കാശുള്ളവർ, അവനാണെങ്കിൽ കാശില്ലാത്തവൻ എന്നുള്ള ആ ബോധ്യം അവൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുത്താലും അവൻ അതിനുള്ള കഴിവില്ലാന്നേ അവൻ ചിന്തിക്കുകയുള്ളൂ. അവൾ അനുഭവിക്കട്ടെന്നേ, അല്ലാതെ എന്ത് ചെയ്യാനാ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഇതുവരെ അവനൊരു സ്ഥലത്തും അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല എന്നിങ്ങനെ അച്ഛൻ പറയുവാണേ. എങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാനാ? കാശ് വേണ്ടേ? അവൻ വലിയ ഫേമസ് ആയ ഷെഫൊന്നും അല്ലല്ലോ, ഒരു സാധാരണ റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന ഒരു സാധാരണ പാചകക്കാരൻ. ഇവനൊക്കെ കിട്ടുന്ന ശമ്പളം എത്രയാണ് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എന്നിങ്ങനെ അച്ഛൻ പറയുകയാണ്. ഒരു ഹണിമൂൺ ട്രിപ്പിന് പോലും കൂടെ പോയിട്ടില്ല. നമ്മുടെ സ്റ്റാറ്റസ് ഉള്ള ഒരുത്തനെയായിരുന്നു അവൻ കെട്ടിയിരുന്നെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാകുമായിരുന്നോ? ഇപ്പോഴും ഹണിമൂൺ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് വിദേശത്തൊക്കെ ഇറങ്ങുമായിരിക്കുമായിരുന്നു അവർ. നിങ്ങൾ പറഞ്ഞ സ്റ്റാറ്റസ് ഉള്ളതിൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ മോളെ അവനെ കൊന്ന് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ടാവും. കാശിന് കുറവുണ്ടെന്നേ ഉള്ളൂ, വർഷ കണ്ടെത്തിയ ചെക്കൻ നല്ലവനാ എന്നിങ്ങനെ അമ്മ പറയുവാണേ. വർഷയെ അവന് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ അച്ഛൻ ചോദിക്കുക നല്ല ചെക്കനായിട്ടാണോ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വർഷ പറയുമ്പോൾ അവൻ അത് കേൾക്കേണ്ടതല്ലേ? അപ്പോഴത്തേക്കിനും അമ്മ പറയും ഞാൻ പറഞ്ഞില്ലേ അവന് ഈഗോ ഉണ്ട്, എന്തു പറഞ്ഞാലും അവൻ നല്ല പയ്യനാണ്, വർഷയ്ക്ക് ചേർന്ന പയ്യൻ തന്നെയാണ്. എത്രയും പെട്ടെന്ന് അവരെ 2 പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഈഗോ ഉള്ള ഒരുത്തൻ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുമോ? നമ്മൾ പാസ് കൊടുത്ത ഒരു ടൂറിന് അവൻ പോയില്ല, പിന്നെയാണോ അവൻ ഇവിടെ വന്ന് താമസിക്കാൻ പോകുന്നതെന്നിങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കാത്ത കാര്യമാണ് മഹിമ എന്നിങ്ങനെ പറയേ. അന്നത്തേന് നമ്മുടെ അമ്മ പറയുന്നുണ്ട് വർഷ വിചാരിച്ചെന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും, എങ്ങനെയെങ്കിലും അവരെ ഇവിടെ എത്തിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയേ. എനിക്കെന്തോ അതിനോടൊട്ടും താല്പര്യമില്ല എന്നിങ്ങനെ അച്ഛൻ പറയേ. നമ്മുടെ മക്കളല്ലേ, അവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. വളരെ ആർഭാടത്തോടെ ജീവിക്കേണ്ടവളല്ലേ നമ്മുടെ മോള്. അങ്ങനെയുള്ള ഒരാൾ ഒരു ഡ്രൈവറുടെ വീട്ടിൽ ജീവിക്കുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണോ? അവൾ ഇവിടെ താമസിക്കണമെന്ന് നിങ്ങൾക്കും ഉണ്ട്. അവളുള്ള ദേഷ്യം കാരണം നിങ്ങളത് തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ.
അവൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള പയ്യനാണ്. അവരെയൊക്കെ വിട്ടിട്ട് അവൻ ഇവിടെ വന്ന് താമസിക്കുമെന്ന് തോന്നുന്നില്ല. വർഷ വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയാൻ നമ്മുടെ മഹിമ പറയുകയാണെ ഞാൻ വിചാരിച്ചാൽ അത് നടക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ. വർഷ വിചാരിച്ചാൽ നടക്കാത്തതാണോ നീ വിചാരിച്ചാൽ നടക്കുന്നത്? റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് പോലും കൂടെ കാണാൻ സമ്മതിച്ചിട്ടില്ല. മഹിമേ, അവന് നമ്മളോട് നല്ല അടുപ്പമോ സ്നേഹമോ ഒന്നും ഇല്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങളങ്ങനെ പറഞ്ഞു. ഏതൊക്കെയാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകാത്ത ഒരു മണ്ടിയല്ല ഞാൻ. നിങ്ങൾ നോക്കിക്കോ, അവരെ രണ്ടുപേരെയും ഈ വീട്ടിലെത്തിച്ചിരിക്കും ഞാൻ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക എങ്ങനെയെന്ന് ചോദിക്കുക. അന്നേരം പറയും അതെങ്ങനെയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മഹിമ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും. അത് നടത്തുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരെ രണ്ടുപേരെയും ഇവിടെ എത്തിക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾ നോക്കിക്കോ. പിന്നീട് നമ്മുടെ സച്ചി ഇങ്ങനെ ഓട്ടോ ഓടിച്ച് പാർട്ടി പ്രവർത്തകൻ്റെ അടുത്തൊക്കെ എത്തുവാണേ. അപ്പോഴത്തേക്കിനും ഒരാളെ ഇറക്കി വിടുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ പാർട്ടി ഓഫീസിൻ്റെ അവിടെ. അപ്പോഴത്തേക്കിനും ഒരു സുഹൃത്തിനെ കാണുന്നുണ്ട്. ആ സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും നീ എന്താണ് ഓട്ടോയിൽ എന്താണ് കാറൊക്കെ എന്തെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ഉള്ള കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്താണെങ്കിലും അതൊക്കെ ഒരു വലിയ കഥയാണ്, ഞാൻ നിൻ്റെ അടുത്ത് പിന്നെ പറയാമെന്നൊക്കെ പറയുവേ. അപ്പോഴത്തേക്കിനും സുഹൃത്ത് ചോദിക്കുന്നുണ്ട് നീ എന്നാൽ ഈ പണിയൊക്കെ വിട്ടിട്ട് പാർട്ടി പ്രവർത്തനത്തിലോട്ട് ഇറങ്ങിക്കോ, നല്ല സജീവമായിട്ട് നമുക്ക് ഒന്നിച്ച് പോകാം എന്നിങ്ങനെയൊക്കെ പറയുമ്പം സച്ചി പറയുന്നുണ്ട് അത് നിനക്ക് പറ്റിയ പണിയാണ്, എനിക്കിതൊന്നും പറ്റിയ പണിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റന്നാളെ വിജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സമൂഹ വിവാഹം നടത്തുന്നുണ്ട്. സരോവരത്തിലാണ് നടത്തുന്നത്. 250ഓളം ജോഡികളുടെ കല്യാണമാണ് നടത്തി കൊടുക്കുന്നത്. ഈ കല്യാണത്തോടു കൂടി വിജയകുമാർ സാറിനോടുള്ള ജനങ്ങളുടെയും പാർട്ടികളുടെയും എല്ലാവരുടെയും മതിപ്പ് കൂടും, ഉറപ്പാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി 250 പേരുടെ കല്യാണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ പറയേ എന്തിനാടാ അയാൾക്ക് ഒരു പാർട്ടിയിൽ ഒരു സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെറുതെ 500 പേരുടെ ജീവിതം തുലയ്ക്കുന്നത്. അപ്പോഴത്തേക്കിനും ഒരാൾ വന്നിട്ട് പറയേ നിന്നെ സാറ് വിളിക്കുന്നുണ്ടെന്ന് പറയേ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞയക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചിയോട് പറയും സച്ചി നീ കൂടെ വാടാ നമുക്ക് സാറിനൊന്ന് പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് സച്ചിനെ ഉള്ളിലോട്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടേ. ഈ കല്യാണത്തിന് ഒരു കുറവുണ്ടാവരുത്, നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സമൂഹ വിവാഹം തന്നെ നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള എല്ലാവരെയും പറഞ്ഞയക്കുവാണ്. അപ്പോഴത്തേക്കിനാണ് ഇവരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ താലിമാല എപ്പോൾ കിട്ടും എന്ന് ചോദിക്കുന്നുണ്ട്. മാല എപ്പോൾ കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിഥികളെല്ലാവരും എത്തുന്നുണ്ട്. ദേവിലാൽജി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയാൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അയാൾക്ക് വന്നിട്ട് കണ്ണ് നിറയണം. അമ്മാതിരി പ്രോഗ്രാം ആയിരിക്കണം നടത്തേണ്ടത്. എനിക്ക് സീറ്റ് ഉറപ്പിച്ചിട്ട് വേണം അദ്ദേഹം ഇവിടുന്ന് പോകാൻ. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അവതാളത്തിലാവും. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി സ്ഥാനം പോയി പാർട്ടിയിൽ എൻ്റെ പേര് തന്നെ അവതാളത്തിലാകും, അറിയാലോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം പറയുന്നുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും. 250 ജോഡിയും റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു റെഡി ആവും എന്ന് പറയേ. റെഡി ആവുന്നോ? അതെന്താ? 250 തികയാനായിട്ട് ഒരു 2 ജോഡിയും കൂടെ വേണം സാർ എന്നിങ്ങനെ പറയുവേ. എടാ മറ്റന്നാളെ കല്യാണം, കുറേ അന്വേഷിച്ച് നോക്കി എവിടെ നിന്നും കിട്ടുന്നില്ല എന്നിങ്ങനെ പറയാം. ഫ്രീ ആയിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആൾക്കാരെ കിട്ടുന്നില്ല എന്നിങ്ങനെ ചോദിക്കുവേ. അപ്പോഴാണ് നമ്മുടെ വിജയകുമാർ ഇങ്ങനെ സച്ചിനെ കാണുന്നത് കേട്ടോ. ഇവൻ ആരാടാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്